എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി PG കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെയും മറ്റന്നാളുമായിട്ട് നടക്കും. അതായത് ഓഗസ്റ്റ് 4-5 തീയതികളായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് admissions.keralauniversity.ac.in/PG2025/index.php എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് അപ്ലിക്കൻറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക. ആപ്ലിക്കേഷൻ നമ്പർ എന്ന് വെച്ചാലും ക്യാപ് ID എന്ന് വെച്ചാലും സെയിം ആണ്. അപ്പോൾ ആ ഒരു നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. അത് അങ്ങനെ ഒരു ടാബ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ടാബ് എന്ന് വെച്ചാൽ ഒരു ലിങ്കാണ്. അപ്പോൾ ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിൻ്റെ പേജിലേക്ക് പോകുന്നതും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതുപോലെ അലോട്ടഡ് കോളേജ് ഏതാണ്, അലോട്ടഡ് കോഴ്സ് ഏതാണ്, അലോട്ടഡ് ഓപ്ഷൻ ഏതാണ് എന്നിവ കാണാനായിട്ടും പറ്റുന്നതായിരിക്കും. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് കോഴ്സ് ഏതാണ് എന്നുള്ളതാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ, അതായത് PG കോഴ്സുകളിലേക്കുള്ള ഏതെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടിയത്, അതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പൊന്നും ഒരു യൂണിവേഴ്സിറ്റി ഫീസ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതായിരിക്കും. അതിനുശേഷം അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു 2 കോപ്പി എക്സ്ട്രാ ആയിട്ട് എടുത്തു വെക്കുക. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു PG കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അതായത് ചില വിദ്യാർത്ഥികൾക്ക് സെയിം കോളേജ് സെയിം കോഴ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് നിലവിൽ അഡ്മിഷൻ നേടി ആ സെയിം കോഴ്സ് സെയിം കോളേജിൽ തന്നെ ആയിരിക്കും നിലവിൽ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിലവിൽ കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അഡ്മിഷൻ വീണ്ടും പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിലവിൽ നിങ്ങൾക്ക് ആ ഒരു സെയിം കോളേജിൽ തന്നെ സെയിം കോഴ്സിൽ തന്നെ അഡ്മിഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലേക്ക് നിങ്ങൾ വീണ്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഇതുവരെ എവിടെയും നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള സീറ്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് ഓൺ 1/8/2025 ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് പരിശോധിക്കാം. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നോക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ഇൻസ്ട്രക്ഷൻസ് വഴി നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ കേരള സർവകലാശാല 1ാം വർഷ ബിരുദാനന്തര ബിരുദ പ്രവേശനം 2025 എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം, കോളേജ് പ്രവേശനം ഓഗസ്റ്റ് 4-5 തീയതികളിൽ. നിർദ്ദേശങ്ങൾ: കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലെ ഒഴിവുകൾ അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെയാണ് നികത്തപ്പെടുന്നത്. അത് കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇനിയും കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് വരികയാണെങ്കിൽ പിന്നീട് ഇനിയും സെക്കൻഡ് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റും ഉണ്ടാവും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് എന്നുള്ള ടാബ് ഉപയോഗിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള പക്ഷം ഫീസ് അടച്ച് നിലവിൽ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാത്തവർ മാത്രം, നേരത്തെ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച വിദ്യാർത്ഥികൾ വീണ്ടും അടക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇതുവരെ അടക്കാത്ത വിദ്യാർത്ഥികളാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീസ് അടക്കേണ്ടത്. അങ്ങനെയെങ്കിലാണ് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുള്ളൂ. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് ഓഗസ്റ്റ് 4-5 തീയതികളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ വിദ്യാർത്ഥികൾ ഹാജരായിട്ട് പ്രവേശനം നേടേണ്ടതാണ്. നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഓൺലൈൻ TC നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടതാണ്. ആയതിനാൽ പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുൻ അലോട്ട്മെൻറ്റിൽ ലഭിച്ച അഡ്മിഷൻ നഷ്ടമാകുന്നതാണ്. അതായത് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയിട്ടുള്ള സീറ്റിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത്
നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടും. പിന്നീട് പുതുതായിട്ട് നിങ്ങൾ നേടുന്ന കമ്മ്യൂണിറ്റി കോട്ടയിലെ സീറ്റായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് ലഭിച്ച കോളേജിൽ തൃപ്തരല്ലെങ്കിൽ നിലവിലെ അഡ്മിഷനിൽ തന്നെ തുടരാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണത്തിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ ഫസ്റ്റ് സപ്ലിമെൻ്റ് അലോട്ട്മെൻറ്റ് കിട്ടി. അതുകൂടാതെ തന്നെ ഇതിലേതെങ്കിലും ഒന്നിൽ കിട്ടി, കമ്മ്യൂണിറ്റി കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം കിട്ടിയ ആ ഒരു സീറ്റ് തന്നെ മതി, കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയ സീറ്റ് വേണ്ട എന്നാണെങ്കിൽ ഇവിടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതില്ല, ഇവിടെ തന്നെ ആ അഡ്മിഷനിൽ തുടരാവുന്നതാണ്. ഇനി അതേസമയം കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടുകയാണെങ്കിൽ ഇവിടുത്തെ സീറ്റ് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയ സീറ്റിൽ തുടരാവുന്നതാണ്. ഇതുവരെ എവിടെയും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കിട്ടിയിട്ടുള്ള സീറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണുള്ളത്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണുള്ളത്, എന്താണുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ കോളേജിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.